ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജനനായകൻ എന്ന മൂവിയുടെ സ്റ്റോറിയാണ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ മധുര ജയിലിലേക്ക് പുതിയതായി 15 റൗഡികൾ ഹാജരാകുന്നു. 15 പേർ പുതിയതായി എത്തിയിട്ടുണ്ടെന്ന് വിവരം ജയിലർ അറിയുന്നു. എന്നാൽ അദ്ദേഹത്തിന് ചെറിയൊരു സംശയം തോന്നുന്നു. ഈ റൗഡികൾക്കായി നീക്കിവെച്ച ബ്ലോക്കിൽ പ്രമുഖനായ ഒരു വ്യവസായിയുണ്ട്. അദ്ദേഹത്തിന്റെ ജീവന് അപകടമുണ്ടാകുമോ എന്ന് ജയിലർ ഭയപ്പെടുന്നു. അതിന് വാർഡൻ പറയുന്നു, സർ, താങ്കൾ അത് വിഷമിക്കേണ്ടതില്ല. ആ റൗഡികളുള്ള അതേ ബ്ലോക്കിൽ തന്നെയാണ് ദളപതിയും ഉള്ളത്. ഉറപ്പായും അവൻ എല്ലാം നോക്കിക്കോളും. വ്യവസായിയുടെ ജീവന് അപകടമുണ്ടെന്നറിഞ്ഞ ഉടൻ തന്നെ ദളപതി ധൈര്യത്തോടെ വന്ന് ഫൈറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നു. ഈ കാര്യം ജയിലർ അറിയുന്നു. ഒരു പ്രശ്നം വന്നപ്പോൾ ധൈര്യത്തോടെ ഇറങ്ങി പോരാടിയ ഇവൻ ആരാണ്, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അകത്തായത് എന്ന് നോക്കാൻ ദളപതിയുടെ കേസ് ഫയൽ പരിശോധിക്കുന്നു. ദളപതിയുടെ മുഴുവൻ പേര് ദളപതി വെട്രികൊണ്ടാൻ TVK എന്നാണ്. ഇദ്ദേഹം ജയിലിലാകാൻ പ്രധാന കാരണം സ്വന്തം അമ്മ തന്നെയാണ്. എന്റെ മകൻ തെറ്റ് ചെയ്തു, നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്റെ മകനാണ് എന്ന് കോടതിയിൽ വന്ന് അമ്മ സാക്ഷി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിനു മുമ്പ് വലിയൊരു സംഭവം നടന്നിട്ടുണ്ടാകണം. എന്തൊക്കെയായാലും അവസാന കാലത്ത് അമ്മ രോഗബാധിതയായി വളരെ ബുദ്ധിമുട്ടുന്നു. ജയിലിലുള്ള ദളപതിയും അവസാനമായി അമ്മയെ ഒരു തവണ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാട്ടുദ്യോഗസ്ഥരും ജനങ്ങളും ഞങ്ങളുടെ ദളപതിയെ ഒരു തവണ അയച്ചു തരൂ, അവസാന കാലത്ത് അമ്മയെ കണ്ടോട്ടെ എന്ന് അപേക്ഷിക്കുന്നു. ജയിലറും ഇവൻ നല്ലവനാണല്ലോ, ഇവനൊരു അവസരം നൽകാം എന്ന് വിചാരിച്ച് തന്റെ പവർ ഉപയോഗിച്ച് 2 ദിവസത്തേക്ക് ദളപതിയെ പരോളിൽ പുറത്തിറക്കുന്നു. ഇതുവഴി ദളപതി അമ്മയെ കാണാനെത്തുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ നിന്നെ ഞാൻ കണ്ടല്ലോ, ഇനി എനിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് അമ്മ മരിക്കുന്നു. അമ്മയുടെ വേർപാട് ദളപതിക്ക് വലിയ വേദനാജനകമായിരുന്നു. ജയിലിൽ തിരിച്ചെത്തിയിട്ടും അവൻ വളരെ ദുഃഖിതനായിരുന്നു. ആ സമയത്താണ് ജയിലറുടെ ചെറിയ മകൾ വിജി ദളപതിയെ കാണുന്നത്. വിഷമിക്കേണ്ട, അമ്മ നിങ്ങളെ വിട്ടുപോയാലെന്താ, നിങ്ങൾക്ക് ഞാൻ അമ്മയായിരിക്കാം എന്ന് ആ കൊച്ചു പെൺകുട്ടി പറയുമ്പോൾ ദളപതിക്ക് ആ കുട്ടിയോട് സ്നേഹം കൂടുന്നു. എന്നാൽ ആ പെൺകുട്ടിക്കും അമ്മയില്ല. ചെറുപ്പത്തിലെ അമ്മ മരിച്ചു പോയതാണ്. ആ അമ്മയ്ക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, തന്റെ മകളെ സൈന്യത്തിൽ ചേർക്കണമെന്നത്. എന്നാൽ അത് നടക്കാതെയാണ് അവർ മരിച്ചത്. പക്ഷേ ഇവിടെ ആ പെൺകുട്ടിക്ക് വലിയൊരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. അമ്മ മരിക്കുന്നത് പെൺകുട്ടി സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്. അമ്മയുടെ മരണം നേരിട്ട് കണ്ടതുകൊണ്ട് ചെറുപ്പം മുതലേ ഫയർ ഫോബിയ എന്ന രോഗാവസ്ഥ ആ കുട്ടിക്കുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളോ പരിഭ്രാന്തിയോ ഉണ്ടായാൽ പെൺകുട്ടിക്ക് ശ്വാസം മുട്ടലുണ്ടാവും. ഈ പ്രശ്നങ്ങളെല്ലാം ദളപതി അറിയുന്നു. സ്വാതന്ത്ര്യദിനത്തിൽ നല്ല രീതിയിൽ പെരുമാറുന്ന തടവുകാരെ മോചിപ്പിക്കാറുണ്ട്. ആ ലിസ്റ്റിൽ ദളപതിയുടെ പേരും ചേർക്കപ്പെടുകയും അവൻ മോചിതനാവുകയും ചെയ്യുന്നു. പുറത്തിറങ്ങിയ ഉടൻ ദളപതി ജയിലറെ കാണാനെത്തുന്നു. അമ്മയെ കാണാൻ സഹായിച്ചതും ജയിലറാണ്. ഇപ്പോൾ മോചിതനായതിന് പിന്നിലും അദ്ദേഹമാണ്. അതുകൊണ്ട് നന്ദി പറയാനായി വീട്ടിലെത്തുമ്പോൾ ജയിലർ കമ്മീഷണർ ഓഫീസിലേക്ക് പോകാൻ തിടുക്കത്തിൽ ഇറങ്ങുകയാണ്. ആ സമയം വിജി തനിച്ചാണ്. സർ, പോയിട്ട് വരൂ, ഞാൻ മകളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ദളപതി ആ കുട്ടിക്കൊപ്പം വീട്ടിൽ നിൽക്കുന്നു. അപ്പോഴാണ് വലിയൊരു ഞെട്ടിക്കുന്ന സംഭവം നടക്കുന്നത്. കമ്മീഷണർ ഓഫീസിലേക്ക് പോയ ജയിലർ പോകുന്ന വഴിയിൽ ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു. ഈ കാര്യം ദളപതി അറിഞ്ഞ ഉടൻ ആ പെൺകുട്ടിക്ക് ഇനി അച്ഛനും അമ്മയും ആരുമില്ല. കാരണം രണ്ടുപേരും മരിച്ചുപോയി. ഇനി ഈ പെൺകുട്ടിയെ നമ്മൾ തന്നെ സുരക്ഷിതമായി നോക്കണം എന്ന് വിചാരിച്ച് സ്വന്തം മകളെ പോലെ കരുതി വളർത്താൻ തുടങ്ങുന്നു. അതോടൊപ്പം ആ പെൺകുട്ടിക്ക് ഈ ഭയമെല്ലാം പെട്ടെന്ന് മാറണമെങ്കിൽ ആ കുട്ടിയെ ധൈര്യത്തോടെ വളർത്തണം. അപ്പോൾ ആ കുട്ടിയെ ആർമി ട്രെയിനിങ്ങിന് അയക്കണം എന്നതായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹം. അത് ഞാൻ നിറവേറ്റും എന്ന് വിചാരിച്ച് ചെറുപ്പം മുതലേ അതിനുള്ള പരിശീലനം ആരംഭിച്ച് ദിവസേന ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ജീവിതം ഒരു വശത്ത് പോകുമ്പോഴും ലോകരാജ്യങ്ങളിൽ യുദ്ധഭീതി വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ചും ആഫ്രിക്കയിലെ ഒരു വലിയ ഗ്യാങ്സ്റ്ററെ ജയിലിൽ അടക്കുന്നു. ആ സമയം നോക്കി ആ ഗ്യാങ്ങിന്റെ ആളുകളെല്ലാം ഉള്ളിൽ കടന്ന് അവരുടെ തലവനെ രക്ഷപ്പെടുത്തി ആ ജയിൽ തന്നെ നശിപ്പിക്കുന്നു. അപ്പോഴാണ് അവൻ വലിയൊരു ഡോൺ ആണെന്ന് അറിയുന്നത്. അതോടൊപ്പം അവന്റെ സ്വപ്ന പദ്ധതിയാണ് ഓം എന്ന പ്രൊജക്ട്. ഈ പ്രൊജക്ടിന് തടസ്സമായി നിന്ന ഒരൊറ്റ കാരണത്താൽ ആഫ്രിക്കൻ ഗവൺമെന്റിനെ തന്നെ അട്ടിമറിച്ച് മൊത്തം ആഫ്രിക്കയെയും തന്റെ നിയന്ത്രണത്തിലാക്കി വലിയൊരു തകർച്ചയിലായ രാജ്യമാക്കി അവൻ മാറ്റി. അത്രത്തോളം മോശക്കാരനാണ് അവൻ. ഇങ്ങനെ കാലങ്ങൾ കടന്നുപോകെ വിജയും വളർന്ന് വലിയ പെൺകുട്ടിയാകുന്നു. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നു. പ്രണയവുമൊക്കെയായി നടക്കുന്നു. ദളപതി ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തി അത്യാവശ്യം സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുകയാണ്. ആ സമയം നോക്കി വിജി ബൈക്കിൽ പോകുമ്പോൾ ഒരു പോലീസുകാരൻ വേണമെന്ന് വെച്ച് പ്രശ്നമുണ്ടാക്കുന്നു. അവന്റെ നോട്ടം വളരെ മോശമാണ്. ഈ കാര്യം ദളപതി അറിഞ്ഞ ഉടൻ തന്നെ അവിടെ എത്തുന്നു. എന്റെ മകളെ എന്തിനു അറസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ച് അയാളോട് ദേഷ്യപ്പെടുമ്പോൾ എന്റെ മകളെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് അയാൾ കള്ളം പറയുന്നു. അപ്പോഴാണ് ദളപതി പറയുന്നത്, അനിയ, പ്രശ്നമൊന്നുമില്ല, എന്റെ പേര് മാത്രം നിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ചോദിക്കൂ. എന്റെ പേര് കേട്ടിട്ട് അതിനുശേഷം നീ എന്ത് വേണമെങ്കിലും തീരുമാനിക്കൂ എന്നൊരു കാര്യം പറയുന്നേ. ആ പോലീസുകാരനും ശരി, ആരാടാ അവന്റെ പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ദളപതി വെട്രികൊണ്ടാൻ എന്ന കാര്യം മൊത്തം പോലീസുകാരും അറിയുന്നു. ആ പേര് കേട്ട ഉടൻ അവൻ സാധാരണക്കാരനല്ല, അവൻ തിളച്ച വെള്ളത്തിലും കൈവെക്കും, നിന്നെ വെറുതെ വിടുമോ എന്ന് വലിയ ബിൽഡപ്പ് നൽകുന്നു. അപ്പോഴാണ് ഇതിനു മുമ്പ് ദളപതി വെട്രികൊണ്ടാൻ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന ഫ്ലാഷ് ബാക്ക് നമുക്ക് മനസ്സിലാകുന്നത്. ഇതറിഞ്ഞ ആ പോലീസുകാരനും വിജയെ സുരക്ഷിതമായി ദളപതിയുടെ അടുക്കൽ തന്നെ കൊണ്ടുപോകുന്നു. ഇത്തരം ഒരു മാസ് മൂവ്മെന്റ് കണ്ട പൂജ, ആള് കുഴപ്പമില്ലല്ലോ, ആൾ വളരെ ഫിറ്റ് ആണല്ലോ, ഉറപ്പായും ഇദ്ദേഹത്തിന് ഒരു കണ്ണ് വെച്ചേക്കാം എന്ന് പൂജയും ദളപതിയിൽ ചെറിയ രീതിയിൽ ഇംപ്രസ് ആകുന്നു. മറ്റൊരു വശത്ത് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ തീവ്രവാദികൾ എല്ലാവരും ചേർന്ന് ഹൈജാക്ക് ചെയ്യുന്നു. ആ ഹൈജാക്ക് ചെയ്യുന്നതിന് പിന്നിലുള്ള തലവൻ ഈ ഓം പ്രൊജക്ടിന്റെ ലീഡറാണ്. കപ്പൽ ഹൈജാക്ക് ചെയ്തു എന്നറിഞ്ഞ ഉടൻ മൊത്തം ഇന്ത്യൻ സൈന്യവും കപ്പൽ രക്ഷിക്കണം എന്ന് പറഞ്ഞ് വളയുന്നു. ആ സമയം നോക്കി ആ ഓം ഗ്യാങ്ങും നമ്മുടെ ഇന്ത്യൻ സൈന്യവും തമ്മിൽ ഭയങ്കര പോരാട്ടം നടന്നതിൽ ആ കപ്പലിൽ ബോംബ് വെച്ച് ബ്ലാസ്റ്റ് ചെയ്ത ഓം തലവനും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അതോടൊപ്പം ഈ സംഭവത്തിൽ നിന്ന് കപ്പലിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ എല്ലാം കരയോരത്ത് അടിയുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട സാധനം ടെഡി ബിയർ പാവയാണ്.
ഒരു ബന്ധവുമില്ലാതെ കപ്പലിനുള്ളിൽ ഇതെങ്ങനെ ഈ പാവ വന്നു എന്ന് പോലീസുകാരും അന്വേഷിക്കാൻ തുടങ്ങുന്നു. നാട്ടിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ദളപതിക്കുള്ള ഒരേയൊരു പ്രശ്നം തന്റെ മകളെ ആർമി സെലക്ഷനിൽ സെലക്ട് ചെയ്യിപ്പിക്കണം എന്നതാണ്. എന്നാൽ ആ ആപ്ലിക്കേഷൻ ഫോമിൽ അവൾ ഒപ്പിടുകയില്ല. ഓരോ വർഷവും ഓരോ പോരാട്ടമാണ്. എത്ര തന്നെ വിജയോട് കെഞ്ചി ചോദിച്ചാലും ഒപ്പിടുകയില്ല. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ദളപതിക്ക് വളരെ സങ്കടകരമാണ്. ഈ സമയത്താണ് പൂജ സൈക്കോളജി പഠിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇദ്ദേഹം അറിയുന്നത്. എങ്ങനെയെങ്കിലും വിജയെ സമാധാനിപ്പിച്ച് ഈ ആർമി ആപ്ലിക്കേഷനിൽ ഒപ്പിടിക്കൂ, എനിക്ക് കോടി പുണ്യം കിട്ടും എന്നൊരു സഹായം ചോദിക്കുന്നു. പൂജയും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വിജയെ വിളിച്ചുകൊണ്ടുവന്ന് സംസാരിച്ചപ്പോൾ, ഞാൻ ഈ ആപ്ലിക്കേഷനിൽ ഒപ്പിടില്ല, പക്ഷേ നിന്നെ എന്റെ ചിറ്റപ്പനുമായി ഒന്നാക്കാൻ ഞാൻ സഹായിക്കാം എന്ന് ഇവർ രണ്ടുപേരും ഒരു ഡീൽ ഉറപ്പിക്കുന്നു. പക്ഷേ നമ്മൾ വിടുന്ന മട്ടില്ല. എങ്ങനെയെങ്കിലും നിന്നെ ആർമി ട്രെയിനിങ് സെലക്ട് ചെയ്യിച്ചേ അടങ്ങൂ. ഓരോ ദിവസവും പരിശീലനങ്ങളെല്ലാം വളരെ കഠിനമാണ്. അതോടെ വിജയും മതിയടാ, ഇനി എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് വളരെ തളർന്നു. പക്ഷേ ആ സമയം നോക്കി റോഡരികിൽ ഒരു പാവക്കട കാണുന്നു. അതിലൊരു ചുവന്ന കളർ ടെഡി പാവയെ കണ്ട ഉടൻ അവരുടെ മാനസിക നിലയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായി ഭയങ്കരമായി നിലവിളിക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട ദളപതിക്കും എന്തു പറ്റി, എന്റെ മകളുടെ കൈ എങ്ങനെ വിറക്കുന്നു എന്ന് സംശയമാകുന്നു. ഉടനെ മാനസിക രോഗ വിദഗ്ധന്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുന്നു. അപ്പോഴാണ് വിജയുടെ മുൻകാല അനുഭവം ഏതോ അവളിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്നും ആ കാര്യം അടിക്കടി ഓർമ്മ വരുമ്പോൾ അവൾ ഇങ്ങനെ പെരുമാറുന്നു എന്ന കാര്യവും അവർ അറിയുന്നത്. അതിലും പ്രത്യേകമായി ആ പാവയെ കണ്ടാൽ മാത്രം എന്തുകൊണ്ട് അവൾ ഇങ്ങനെ പെരുമാറണം എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. വിജി ചെറുപ്പത്തിലായിരിക്കുമ്പോൾ അമ്മ സ്വന്തം കൺമുന്നിൽ മരിച്ചിട്ടുണ്ടാകും. എന്നാൽ അവൻ സാധാരണമായി മരിച്ചതല്ല. തന്റെ മകൾക്കായി ഒരു പാവ വാങ്ങുമ്പോൾ ആ പാവയ്ക്കുള്ളിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം കാണുന്നു. ഈ കാര്യം പുറത്തു പറഞ്ഞാൽ സ്വന്തം ജീവന് അപകടമാണെന്ന് അറിഞ്ഞിട്ടും അവർ പറയാൻ പോകുന്നു. ഇതിന് കാരണക്കാരായ മൊത്തം റൗഡി സംഘവും ഉള്ളിൽ കടന്ന് ജീവനോടെ കത്തിച്ചു കൊല്ലുന്നു. പെറ്റ അമ്മ സ്വന്തം കൺമുന്നിൽ ഇങ്ങനെ മരിക്കുന്നത് ആ പെൺകുട്ടി കണ്ടതുകൊണ്ടാണ് ആ പാവയെ കണ്ടതിൽ പിന്നെ ആ പെൺകുട്ടിക്ക് വലിയൊരു ആഘാതം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ റെഡ് കളർ ടെഡി ബെയറിനെ കണ്ടാൽ അവളുടെ മാനസിക നില വേറെ രീതിയിൽ മാറുന്നു. ദളപതിക്ക് ഇത് അറിഞ്ഞ ഉടൻ അപ്പോൾ എന്തായിരിക്കും ആ പാവക്കുള്ളിൽ ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടാകുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ജയിലർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും. എന്റെ ഭാര്യയുടെ പല സാധനങ്ങളും ഞാൻ ഈ മുറിയിലാണ് പൂട്ടിവെച്ചിരിക്കുന്നത്, ഇത് മാത്രം തുറക്കരുത് എന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ മുറി തുറന്നു നോക്കിയ ഉടൻ ആ പാവ എവിടെയുണ്ട് എന്ന് ആ മുറിക്കുള്ളിൽ തിരയാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ആ പാവ അലമാരയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന കാര്യം അറിയുന്നത്. ആ പാവയുടെ പിൻവശം കീറി നോക്കുമ്പോഴാണ് ആ പാവയ്ക്കുള്ളിൽ തോക്കിയിരിക്കുന്ന കാര്യം അറിയുന്നത്. കുട്ടികൾ കളിക്കുന്ന ആ സാധാരണ പാവയ്ക്കുള്ളിൽ എങ്ങനെ തോക്ക് വന്നു, ഇതിന് പിന്നിൽ ആരൊക്കെയായിരിക്കും എന്ന് അദ്ദേഹം സംശയിക്കുന്നു. അപ്പോഴാണ് തീവ്രവാദികൾ ഒരു കപ്പൽ ഹൈജാക്ക് ചെയ്ത് തകർത്തിട്ടുണ്ടാവുക. ആ കപ്പലിൽ നിന്ന് ചില സാധനങ്ങൾ കരക്കടിഞ്ഞിട്ടുണ്ടാകും. അതിൽ പ്രത്യേകിച്ചൊരു സാധനം ഈ പാവയാണ്. അതോടൊപ്പം ഒട്ടേറെ ഇലക്ട്രോണിക് ഡിവൈസുകളും ഗവൺമെന്റ് ലഭിക്കുന്നു. അവരത് ഗവേഷണം ചെയ്ത് നോക്കുമ്പോഴാണ് ഈ കപ്പൽ ഹൈജാക്ക് ചെയ്യാൻ അവർ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ റിമോട്ട് വാർ ആണെന്ന് മനസ്സിലാകുന്നത്. അതായത് മനുഷ്യരില്ലാതെ വെറും റോബോട്ടിനെ മാത്രം വെച്ച് ഈ കപ്പൽ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഈ കാര്യം ഇന്ത്യൻ ഗവൺമെന്റിന് മനസ്സിലായ ഉടൻ ആ ഓം ദാദ ഇന്ത്യൻ ഗവൺമെന്റിലുള്ള ചില പോലീസുകാരെ വിലക്കെടുത്ത് ഈ കാര്യം ആർക്കൊക്കെ അറിയാമോ അവരെയെല്ലാം വെടിവെച്ചു കൊന്നു. അതോടൊപ്പം ഒരൊറ്റ ശാസ്ത്രജ്ഞൻ മാത്രം ഈ കാര്യം മനസ്സിലാക്കി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ പൂജയും മീഡിയയിലുള്ള ആളായതുകൊണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു കപ്പൽ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. ആ കപ്പലിൽ നിന്ന് ഇത്തരം ഒരു ടെഡിബെയർ പാവ എടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഉറപ്പായും ഇതിന് പിന്നിൽ എന്തോ ഒരു കാരണം ഉണ്ടാകും എന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ആ ടെഡിബെയറുകൾ നിർമ്മിക്കുന്ന കമ്പനി 50 ലക്ഷം പാവകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നറിയുന്നത്. 50 ലക്ഷം പാവ എന്നാൽ 50 ലക്ഷം തോക്കുകൾ. എന്തിനായിരിക്കും ബന്ധമില്ലാതെ ഇന്ത്യക്കുള്ളിൽ 50 ലക്ഷം തോക്കുകൾ കൊണ്ടുവരുന്നത് എന്നാർക്കും മനസ്സിലാകുന്നില്ല. ഈ കാര്യം ദളപതി അറിഞ്ഞ ഉടൻ ഈ ടെഡിബെയർ കമ്പനിക്ക് പിന്നിൽ ആരൊക്കെയാണുള്ളത് എന്ന് തിരയാൻ തുടങ്ങുന്നു. ഓരോ സംസ്ഥാനത്തിനും ഓരോ ദാത, അതായത് ഓരോ നേതാവാണ് പ്രഭു കമ്പനിയുടെ ലീഡറായി നൽകുന്നത്. എന്നാൽ ഇപ്പോൾ അവരെല്ലാം വലിയ രാഷ്ട്രീയക്കാരാണ്. മുൻപ് അവർ ഒരു റോഡി ആയിരുന്നിരിക്കാം. എന്നാൽ ഏതെങ്കിലും കാരണത്താൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഇപ്പോൾ വലിയ രാഷ്ട്രീയക്കാരായി വളർന്നു നിൽക്കുകയാണ്. അപ്പോൾ രാജ്യത്തിന് വലിയൊരു പ്രശ്നം വരാൻ പോകുന്നു എന്ന് ദളപതിക്ക് മനസ്സിലാകുന്നു. കാരണം 50 ലക്ഷം തോക്കുകൾ, അതുമാത്രമല്ല ഒട്ടേറെ സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനം, ഭീകരവാദികളുടെ അക്രമങ്ങൾ താങ്ങാൻ കഴിയുന്നില്ല എന്നിങ്ങനെ ഓരോ കാര്യത്തിന് പിന്നിലും എന്തോ ഒരു കാരണമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ആ സമയത്താണ് ഓം ഗ്യാങ്ങിൽ നിന്ന് രക്ഷപ്പെട്ട ശാസ്ത്രജ്ഞൻ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയെ കണ്ട് തമിഴ്നാട്ടിലേക്ക് വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ നേരിട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ളിലും ഓമിന്റെ ആളുകളുണ്ട്. അതുകൊണ്ട് പരോക്ഷമായി പോകാമെന്ന് ശ്രമിക്കുന്നു. ആ സമയം നോക്കി നമ്മുടെ ദളപതിയുടെ മകൾ ആ വഴി വരുമ്പോൾ ശാസ്ത്രജ്ഞൻ ഈ ഫയൽ നൽകി ഇത് മുഖ്യമന്ത്രി കൊടുക്കൂ എന്നൊരു സഹായം ചോദിക്കുന്നു. ആ പെൺകുട്ടി തമാശയായി മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ഇതൊരു പ്രധാനപ്പെട്ട ഫയലാണ്, ഒരാൾ തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഫയൽ നൽകുന്നു. എന്നാൽ ആ ഓമിന്റെ ഒരു പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി ഫോൺ വിളിച്ച് നിന്നെക്കുറിച്ചുള്ള പരാതി എന്റെ മേശപ്പുറത്ത് തന്നെ എത്തിയിരിക്കുന്നു, ഇനി വെറുതെ വിടരുത്, ആ ശാസ്ത്രജ്ഞനെയും ഈ ഫയൽ കൊണ്ടുവന്ന ആ പെൺകുട്ടിയെയും വധിക്കൂ എന്ന് ഉത്തരവിടുന്നു. ഓമിന്റെ ആളുകൾ ഫയൽ നൽകിയ പെൺകുട്ടിയെ തീവ്രമായി തിരയുന്നു. എന്നാൽ ഈ വശത്ത് വിജി ആർമി ട്രെയിനിങ് ഇനി താങ്ങാൻ കഴിയില്ല, ഇനി നമുക്ക് കല്യാണം കഴിച്ച് ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് തന്റെ ബോയ്ഫ്രണ്ടിനോട് നിന്റെ അച്ഛനെയും അമ്മയെയും കൂട്ടി എന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കൂ എന്ന് പറയുന്നു. ഉടൻ ബോയ്ഫ്രണ്ടും അച്ഛനെയും അമ്മയെയും കൂട്ടി ദളപതിയുടെ അടുത്ത് വന്ന് നിങ്ങളുടെ മകളെ കെട്ടിച്ചു തരൂ എന്ന് പെണ്ണ് ചോദിക്കുന്നു. എന്നാൽ വന്ന ചെറുക്കന്റെ അച്ഛൻ വളരെ മോശം ആളാണെന്ന് തോന്നുന്നു. പെൺകുട്ടികളെ താഴ്ത്തി കെട്ടിയാണ് സംസാരിക്കുന്നത്. ദളപതിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്തിനാണ് നിന്റെ മകളെ ആർമി ട്രെയിനിങ്ങിനൊക്കെ അയക്കുന്നത്? കല്യാണം കഴിച്ചു കൊടുത്താൽ നിന്റെ മകൾ മനോഹരമായി എന്റെ വീടും നോക്കും, എന്റെ മകനെയും നോക്കിക്കൊള്ളും എന്ന് പെൺകുട്ടികൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങേണ്ടവരാണെന്ന രീതിയിൽ സംസാരിക്കുന്നു. ഈ
കാര്യം ദളപതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഉടൻ ദേഷ്യം വന്ന് പെൺകുട്ടികളെ കണ്ടാൽ നിനക്കെന്താ വിലക്കുറവാണോ എന്ന് ചോദിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. ഈ സംഭവം വിജിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്റെ ബോയ്ഫ്രണ്ട് അച്ഛനെയും അമ്മയെയും കൂട്ടി പെണ്ണ് ചോദിക്കാൻ വന്നാൽ നിങ്ങൾ നാണം കെടുത്തുമോ? ഇനി നിങ്ങളോട് ഞാൻ സംസാരിക്കില്ല. അത് മാത്രമല്ല, ആർമി ട്രെയിനിങ് എന്ന കാര്യം പൂർണ്ണമായും മറന്നേക്കൂ എന്ന് വിജി ദളപതിയോട് കോപത്തോടെ വഴക്കിടുന്നു. ആ സമയം നോക്കി ഓമിന്റെ ആളുകൾ എല്ലാവരും ഈ പെൺകുട്ടി വീട്ടിലാണുള്ളത് എന്ന് മനസ്സിലാക്കി രാത്രിയിൽ ആ വീട്ടിലേക്ക് ആളുകളെ ഇറക്കുന്നു. എന്നാൽ ആ വീടിനുള്ളിൽ നേരത്തെ തന്നെ ദളപതി ഉണ്ടെന്ന കാര്യം ആ ആളുകൾക്ക് അറിയില്ലായിരുന്നു. അതിലൊരു ഗുണ്ട മാത്രം ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോടാ എന്ന് മുൻപ് നടന്ന കാര്യങ്ങൾ ഓർത്തു നോക്കി പേടിച്ച് അവിടെ നിന്ന് ഓടുന്നു. അപ്പോൾ ഇതിനു മുമ്പും ദളപതി ഏതോ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുത്തൻ രക്ഷപ്പെട്ടു വന്നതാണ് ഇവിടെ വന്ന് പെട്ടത്. ഇവനും ഇപ്പോൾ പേടിച്ചോടിപ്പോയി. അവൻ സാധാരണക്കാരനല്ലടാ, അവനിൽ നിന്ന് സൂക്ഷിക്കണം. അതും അവൻ മകളാണെന്നാണ് പറയുന്നത്. അവനെ അറിയാതെ മകളെ തനിച്ചു വേണം പൊക്കാൻ എന്ന് ഓം ഗ്യാങ് ആളുകൾ ഒരു പ്ലാൻ ഇടുന്നു. വിജിയുടെ കോളേജ് മേറ്റിനെ സ്വാധീനിച്ച് നിന്റെ ബോയ്ഫ്രണ്ട് അവിടെ തനിച്ചുണ്ട് എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് വിജിയെ തനിച്ചു വിളിച്ചു വരുത്താൻ നോക്കുന്നു. ഗുണ്ടകളെ സെറ്റ് ചെയ്ത് ആ പെൺകുട്ടിയെ തനിച്ചു വന്ന ഉടൻ നിനക്കും ആ ഫയലിനും എന്താണ് ബന്ധം? നീ എന്തിന് CM-ന് ആ ഫയൽ കൊടുത്തു? ആ ശാസ്ത്രജ്ഞനെ എവിടെ കണ്ടു എന്ന് കുത്തി കുത്തി ചോദിച്ച് ഭയങ്കരമായി തല്ലുന്നു. എന്നാൽ ഈ വിവരമെല്ലാം ദളപതി അറിയുന്നു. കാരണം കോളേജ് കഴിയുന്ന സമയം കഴിഞ്ഞിട്ടും മകൾ വീട്ടിലെത്തിയിട്ടില്ല. അന്വേഷിക്കുമ്പോഴാണ് മകൾ അപകടത്തിലാണെന്ന കാര്യം അറിയുന്നത്. ഉടൻ മകളുള്ള സ്ഥലത്ത് പോയി ആരാടാ എന്റെ മകളുടെ മേൽ കൈവച്ചത്, നിങ്ങൾക്ക് എന്താടാ പ്രശ്നം എന്ന് ചോദിച്ച് അവിടെയുള്ള മൊത്തം ഗുണ്ടകളെയും തല്ലിച്ചതക്കുന്നു. ഈ ജീവിതത്തിൽ കണ്ണു തുറന്നു പോലും നോക്കാൻ കഴിയാത്ത വിധം തല്ലിയിടുന്നു. എന്നാൽ ഈ സംഭവത്തിന് ശേഷം അവിടുത്തെ ഒരു ഗുണ്ടയ്ക്ക് ആരാണെന്ന് പോലും മനസ്സിലാകുന്നില്ല. ആ പെൺകുട്ടിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ വന്നിട്ടുണ്ട്. ഭയങ്കരമായി തല്ലുന്നു. അവൻ ആരാണെന്ന് പോലും അറിയില്ല എന്ന് ഗുണ്ട പറയുന്നു. അപ്പോഴാണ് ഓം തലവൻ അവൻ ആരാണെന്ന് വീഡിയോ കോളിൽ കാണിക്കുന്നത്. അവനെ കണ്ട ഉടൻ ഭയങ്കര ഷോക്കാകുന്നു. കാരണം ഓം ലീഡർക്കും ദളപതിക്കും ഇടയിൽ മുൻപ് എന്തോ ഇടപാടുണ്ടായിരുന്നതായി തോന്നുന്നു. അപ്പോൾ മുൻപ് നടന്ന സംഭവത്തിൽ ഇവർ രണ്ടുപേരുമാണ് വലിയൊരു കാരണമായിട്ടുണ്ടാവുക. അപ്പോൾ ഓം ഗ്യാങ് ലീഡർക്കും ദളപതിക്കും ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കിയാൽ ഇവിടെയാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് മധുരയിൽ വ്യാജമദ്യം വലിയ രീതിയിൽ കൊടികുത്തി വാഴുകയായിരുന്നു. അന്ന് മധുരയിലെ ജനങ്ങൾ മുഴുവൻ വ്യാജമദ്യം കുടിച്ച് ഛർദിയും വയറിളക്കവും ബോധക്കേടും വന്ന് ധാരാളം പേർ മരണപ്പെട്ടു. ഈ സംഭവം തമിഴ്നാട് മുഴുവൻ വലിയ ചർച്ചയായി. അന്ന് ആ വ്യാജമദ്യം വിറ്റ് റൌഡി പ്രാദേശിക റൌഡിയായ റോജ ആയിരുന്നു. റോജയെ സംബന്ധിച്ചിടത്തോളം മധുരയിലെ വലിയൊരു ദാതയായിരുന്നു. അവൻ വിറ്റ വ്യാജമദ്യം മൂലമാണ് ജനങ്ങൾ മരണപ്പെട്ടത് എന്ന് അറിഞ്ഞ ഉടൻ നോക്കിക്കൊണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. ഉടൻ പോലീസുകാരെ അയച്ച് റോജയെ അറസ്റ്റ് ചെയ്യിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു പോലീസുകാരനായിരുന്നു മുൻപുണ്ടായിരുന്ന ഓം ഗ്യാങ് ലീഡറുടെ തലവൻ. അതായത് ഓം ഗ്യാങ് ലീഡറും ഒരു ഘട്ടത്തിൽ പോലീസുകാരനായിരുന്നു. ഏതോ സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയൊരു ദാദിയായി മാറിയത്. അന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ റോജയുടെ വീട്ടിൽ ചെന്ന് മര്യാദക്ക് സറണ്ടർ ആകടാ എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ നോക്കി. എന്നാൽ റോജയുടെ ആളുകൾ ഞങ്ങളുടെ തലവന്റെ മേൽ നീ കൈവെക്കുമോടാ എന്ന് ചോദിച്ച് പോലീസുകാരന്റെ വസ്ത്രങ്ങൾ അഴിച്ച് നഗ്നനാക്കി ഓടിക്കുന്നു. ഈ സംഭവം പോലീസുകാർക്കിടയിൽ വലിയ അപമാനം ഉണ്ടാക്കുന്നു. ഒരു സാധാരണ റൌഡി പോലീസുകാരനെ നാണം കെടുത്തിയല്ലോ എന്ന അപമാനം ഓമിന് താങ്ങാൻ കഴിഞ്ഞില്ല. റോജയെ അറസ്റ്റ് ചെയ്യാത്തതിനാൽ വ്യാജമദ്യം കഴിച്ച് മരിച്ചവരുടെ കുടുംബങ്ങളെല്ലാം ചേർന്ന് സമരം ആരംഭിക്കുന്നു. സമരം ശക്തിപ്പെട്ടിട്ടും റോജയുടെ മേൽ കൈവെക്കാൻ ആർക്കും കഴിഞ്ഞില്ല. സർ, എന്റെ അടുത്ത് ഒരു പയ്യനുണ്ട്, അവനെ അയച്ചു നോക്കാം, അവൻ ഇതിനൊരു തീരുമാനമുണ്ടാക്കും എന്ന് പറഞ്ഞ് ദളപതി വെട്ടിക്കൊണ്ടാനെ അയക്കുന്നു. ഇവിടെ മാസ് എൻട്രി നടത്തുന്ന ദളപതി മുൻപ് വന്ന പോലീസുകാരെ പോലെ നിൽക്കാതെ റോജയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി അവനെ അറസ്റ്റ് ചെയ്യുന്നു. നിന്നെ പോലെയുള്ള വ്യാജമദ്യ റോഡികൾക്കൊക്കെ എന്തിനാടാ പവർ എന്ന് ചോദിച്ച് റോജയെ അറസ്റ്റ് ചെയ്ത് സമരത്തിനൊരു തീരുമാനമാക്കുന്നു. ജനങ്ങൾ ദളപതിയെ ആഘോഷിക്കാൻ തുടങ്ങുന്നു. ദുരിതം അനുഭവിച്ച ജനങ്ങൾക്ക് നീതി വാങ്ങിത്തന്ന നീയാണ് ഞങ്ങളുടെ അടുത്ത നേതാവ് എന്ന് പറഞ്ഞ് ആളുകൾ അദ്ദേഹത്തെ പുകഴ്ത്തുന്നു. എന്നാൽ ഏതൊരു സംഭവത്തിലും ഒരു നല്ലതും ഒരു ചീത്തയും ഉണ്ടാകും. ഇപ്പോൾ തിന്മ എന്തെന്നാൽ ആ ഓം പോലീസുകാരന് റോജയെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഒരു സാധാരണക്കാരൻ ഇത്രയും പഠിച്ച എന്നെ ആട്ടിപ്പടിക്കുന്നു. ഈ പോലീസ് പദവിയൊക്കെ വെറുതെയാണ്. അധികാരം നമ്മുടെ കയ്യിൽ വരണം. അതിന് നമ്മൾ ചീത്തവരായി മാറണം. അതിനായി ഞാൻ എന്ത് ചെയ്യണമെങ്കിലും ചെയ്യും എന്ന് വിചാരിച്ച് ആ പോലീസുകാരൻ വില്ലലായി മാറുന്നു. അതുവരെ നല്ലവനായിരുന്ന അവൻ അനാദരവും അപമാനവും വന്നപ്പോൾ ഇനി എന്തിനാണ് ഞാൻ നല്ലവനാകുന്നത്, ഞാൻ കെട്ടവനാകാം എന്ന് പറഞ്ഞ് ആ റൌഡി റോജയുമായി കൈകോർക്കുന്നു. റൌഡി റോജയ്ക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ദളപതിയെ തീർക്കണം. ഓം പോലീസുകാരനാണെങ്കിൽ ഈ രാജ്യത്തെ തന്നെ ഭരിക്കണം. അങ്ങനെ രണ്ട് വില്ലന്മാരും ചേർന്ന് ഒരു പദ്ധതി ഇടുന്നു. തമിഴ്നാട്ടിലെ പ്രധാന നഗരങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്തി വംശീയ അല്ലെങ്കിൽ മതലഹളകൾ ഉണ്ടാക്കി രാജ്യം സ്വന്തം നിയന്ത്രണത്തിലാക്കാം എന്ന് ഓം പോലീസുകാരൻ ഐഡിയ നൽകുന്നു. അതിനായി ബോംബുകൾ റെഡിയാക്കി ഭീകരവാദികളെ സജ്ജരാക്കുന്നു. എന്നാൽ ഈ കാര്യം ദളപതിക്ക് അറിവുണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന് തടയാനായില്ല. ബോംബുകൾ പൊട്ടിത്തെറിക്കുന്നു. ഇതറിഞ്ഞ ദളപതി, നീ ഒരു നല്ലവനായ പോലീസുകാരനായിരുന്നിട്ട് എന്തിനാണ് ഇങ്ങനെ മാറിയത് എന്ന് ചോദിച്ചപ്പോൾ, എന്ത് നല്ലവൻ, ഈ ലോകം എപ്പോഴും നല്ലവരെ ആഘോഷിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ കെട്ടവനായത് എന്ന് ഡയലോഗ് പറഞ്ഞ് ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ദളപതി തോക്കെടുത്ത് ഓം പോലീസുകാരനെ വെടിവെക്കുന്നു. എന്നാൽ അവൻ താൻ മരിച്ചു എന്നൊരു വ്യാജ റെക്കോർഡുണ്ടാക്കി ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് രക്ഷപ്പെടുന്നു. ആഫ്രിക്കയിലെത്തിയ ഉടൻ അവിടുത്തെ ഗ്യാങ്സ്റ്റർമാരെ കയ്യിലെടുത്ത് ഒട്ടേറെ രാജ്യങ്ങളിലേക്ക് തോക്കുകൾ കടത്തി വലിയൊരു ഗ്യാങ്സ്റ്ററായി മാറുന്നു. ഇങ്ങനെയൊരു ഫ്ലാഷ് ബാക്കാണ് ദളപതിക്കും ഓമിനും ഇടയിലുണ്ടായിരുന്നത്.
ഈ കാര്യങ്ങളെല്ലാം വിജിയും അറിയുന്നു. എന്റെ അങ്കിൾ എത്രയോ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് എന്നെ വളർത്താൻ നോക്കുന്നത്. അത് മനസ്സിലാക്കാതെയാണല്ലോ ഞാൻ നടന്നത്. ഇനി എനിക്ക് കല്യാണമല്ല പ്രധാനം. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഞാൻ മിലിറ്ററിയിൽ ചേരാം എന്ന് പറഞ്ഞ് ആപ്ലിക്കേഷനിൽ ഒപ്പിട്ട് ട്രെയിനിങ്ങിനായി ഒരുങ്ങുന്നു. എന്നാൽ ഓം വിചാരിക്കുന്നു ദളപതി ജീവിച്ചിരുന്നാൽ ഈ പ്ലാനിന് വലിയ തടസ്സമാകുമെന്ന്. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാൻ നോക്കുന്നു. അതിനായി ദളപതിയുടെ നാട്ടുകാരെ റോജയും അവന്റെ ആളുകളും പീഡിപ്പിക്കുന്നു. വിവരമറിഞ്ഞ ദളപതി ഉടൻ നാട്ടിലെത്തി. എന്ത് ധൈര്യമുണ്ടടാ എന്റെ ജനങ്ങളെ ഉപദ്രവിക്കാൻ എന്ന് ചോദിച്ച് റോജയെ തന്റെ കൺട്രോളിലാക്കുന്നു. എന്നാൽ ഓം എന്നാൽ എന്താണ്, എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത് എന്ന് ദളപതിക്ക് കൃത്യമായി അറിയില്ലായിരുന്നു. അതറിയണമെങ്കിൽ റോജയോട് തന്നെ ചോദിക്കണം. റോജ വിചാരിക്കുന്നു ഇവനോട് പറയാതിരുന്നാൽ ഇവൻ നമ്മളെ തല്ലിക്കൊല്ലും, അതുകൊണ്ട് ഓം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം. ആ പ്രോജക്റ്റിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് റോജ വിശദമായി പറയാൻ തുടങ്ങുന്നു. ആഫ്രിക്കയിലേക്ക് രക്ഷപ്പെട്ട ഓം ഗ്യാങ് ലീഡർ അവിടെയുള്ള ഗ്യാങ്സ്റ്റർമാരുമായി കൈകോർത്തെങ്കിലും പൂർണ്ണമായി ആഫ്രിക്കയെ കൺട്രോളിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ജനങ്ങളെ കൺട്രോളിലാക്കിയാൽ രാജ്യത്തെ കൺട്രോളിലാക്കാം എന്ന് അവൻ പ്ലാൻ ഇടുന്നു. ആ രാജ്യത്തും മതം, ജാതി, ഭാഷ എന്നിങ്ങനെ പല ഭിന്നതകളുമുണ്ട്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ രഹസ്യമായി പാവകൾ വഴി തോക്കുകൾ നൽകി ജാതി മത വഴക്കുകൾ ഉണ്ടാക്കി വിട്ടാൽ ജനങ്ങൾ കൈകൊണ്ട് തല്ലുകൂടാതെ തോക്കുകൾ ഉപയോഗിച്ച് പരസ്പരം പോരടിക്കും. ഇതിലൂടെ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകും. ആഭ്യന്തര യുദ്ധം ഉണ്ടായാൽ അവിടുത്തെ ഗവൺമെന്റ് തകരും. അങ്ങനെ മൊത്തം രാജ്യത്തെയും സ്വന്തം കൺട്രോളിലാക്കാം. ഇതാണ് ഓം പ്രൊജക്ടിന്റെ പ്രധാന പ്ലാൻ. എന്നാൽ ഇത് ആഫ്രിക്കയിൽ മാത്രം ചെയ്താൽ പോരാ, ലോകരാജ്യങ്ങളിൽ പലയിടത്തും ചെയ്യണം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. ആഫ്രിക്കയിലെ പോലെ തന്നെ ഇന്ത്യയിലും ജാതിയും മതവും വലിയ ഭിന്നത ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ മതജാതി ലഹളകൾ ഉണ്ടാക്കി ഇന്ത്യയെ മൊത്തമായി നശിപ്പിച്ച് ഇന്ത്യൻ സർക്കാരിനെ സ്വന്തം കൺട്രോളിലാക്കണം എന്നതാണ് ഓമിന്റെ മാസ്റ്റർ പ്ലാൻ. ഈ പ്ലാനുകളെ കുറിച്ചെല്ലാം റോജ ദളപതിയോട് പറയുന്നു. ഇതറിഞ്ഞ ദളപതി എന്തിനാടാ ഇങ്ങനെ ചെയ്യുന്നത്? നാട്ടിൽ ജാതിയും മതവും ഒക്കെ മാറ്റിവെച്ച് എല്ലാവരും ഒത്തൊരുമയോടെയാണ് ജീവിക്കുന്നത്. നിങ്ങളെ പോലെയുള്ള ആളുകൾ കാരണമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് അത് തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ ദളപതി റോജയെ പിടികൂടിയ വിവരം ഓം ലീഡർ അറിയുന്നു. അപ്പോൾ എല്ലാ സത്യങ്ങളും ദളപതി അറിഞ്ഞിട്ടുണ്ടാകും. ഇനി അടങ്ങിയിരുന്നാൽ ശരിയാകില്ല എന്ന് വിചാരിച്ച് തമിഴ്നാട് CM-നെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കുന്നു. അതിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ ഡിമാൻഡുകൾ വെക്കാം, ഗവൺമെന്റിനെ കൺട്രോളിലാക്കാം എന്ന് വിചാരിച്ച് ഓം ലീഡർ സെക്രട്ടേറിയറ്റിനുള്ളിൽ അതിക്രമിച്ചു കയറി CM-നെ തടവിലാക്കുന്നു. എന്നാൽ CM-ഉം ഓമും തമ്മിൽ നേരത്തെ തന്നെ ഡീലിംഗ് ഉള്ള കാര്യമാണ്. പക്ഷേ ഈ വിവരം ദളപതിക്ക് അറിയില്ല. ഉടൻ തന്നെ ഓം ലീഡർ ഞാൻ CM-നെ എന്റെ കൺട്രോളിലാക്കി, ഇതിനൊക്കെ കാരണം ഭീകരവാദികളാണ്, അതും മുസ്ലിം ഭീകരവാദികളാണ് എന്ന് മീഡിയയ്ക്ക് മുന്നിൽ പ്രസ് മീറ്റ് വെക്കുന്നു. ഈ വാർത്ത തമിഴ്നാട്ടിലെ ജനങ്ങൾ കേട്ട ഉടൻ ഇതാണോ മുസ്ലിങ്ങൾ ചെയ്യുന്നത്, ഇവർക്ക് വേറെ പണിയില്ലേ, എന്നാൽ നമ്മൾ മസ്ജിദ് പൊളിക്കും, മുസ്ലിങ്ങളുള്ള ഏരിയ കത്തിക്കും എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ ഒരു വശത്തിറങ്ങുന്നു. ഞങ്ങളുടെ ആളുകളെ അടിക്കുന്നോ, ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളും സംഘടിക്കുന്നു. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ലഹളകൾ നാടെങ്ങും വലുതായി വരുന്നു. ഇതൊക്കെ കാണുന്ന ദളപതി എങ്ങനെയെങ്കിലും ഇത് തടയണമെന്ന് ഉറപ്പിക്കുന്നു. ഇത് തടയാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഓം മുന്നോട്ട് വന്ന് നടന്ന പ്രശ്നങ്ങളൊക്കെ കാരണം ഞാനാണ്, അല്ലാതെ ഈ ഭീകരവാദികളല്ല എന്ന് തുറന്നു പറയണം. അതിനാദ്യം അവനെ പിടികൂടണം എന്ന് വിചാരിച്ച് ദളപതിയും ആളുകളും ചേർന്ന് സെക്രട്ടേറിയറ്റ് വളയുന്നു. CM-നെ തട്ടിക്കൊണ്ടുപോയി എന്നറിഞ്ഞ ഗവൺമെന്റ് വെറുതെ ഇരിക്കില്ലല്ലോ. ഉടൻ സൈന്യത്തെ അയച്ച് CM-നെ രക്ഷിക്കാൻ നോക്കുന്നു. എന്നാൽ സൈന്യം വന്നു എന്നറിഞ്ഞ ഓം താൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന റോബോട്ടുകളെ ഇറക്കുന്നു. കാരണം മനുഷ്യരെ ഇറക്കി പോരാടിയാൽ ഒരു വെടിയുണ്ടായാൽ അവർ മരിക്കും. എന്നാൽ റോബോട്ടുകളുടെ മേൽ വെടിവെച്ചാൽ അത് ഇരുമ്പായതുകൊണ്ട് വെടിയുണ്ട ബൗൺസ് ചെയ്ത് തിരിച്ച ആളുകളുടെ മേൽ തന്നെ വീഴും. അതുകൊണ്ട് റോബോട്ടുകളെ വെച്ച് പോരാടുന്നു. ദളപതിയും ആർമിയും എത്ര ശ്രമിച്ചിട്ടും ആ റോബോട്ടുകളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഒളിവിൽ കഴിയുകയായിരുന്ന ആ സയന്റിസ്റ്റ് അവിടെ കടന്നു വരുന്നത്. ഈ റോബോട്ടുകളെ കൺട്രോൾ ചെയ്യാൻ ഒരു ടെക്നോളജി ഉണ്ട്, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് റോബോട്ടുകളെ മുഴുവൻ തന്റെ കൺട്രോളിലാക്കുന്നു. ഇവിടെ നാട്ടിൽ മതലഹള കൂടിയപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പരസ്പരം ശത്രുക്കളായി. എന്നാൽ ഇവിടെയാണ് വലിയൊരു മാറ്റം സംഭവിക്കുന്നത്. ക്ഷേത്രം പൊളിക്കാൻ വന്നപ്പോൾ ചില മുസ്ലിങ്ങൾ ചേർന്ന് ഞങ്ങൾ അമ്പലം പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സംരക്ഷിക്കുന്നു. മസ്ജിദ് പൊളിക്കാൻ വന്നപ്പോൾ ചില ഹിന്ദുക്കൾ ചേർന്ന് ഞങ്ങൾ മസ്ജിദ് പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് തടയുന്നു. അതായത് അവർക്കിടയിൽ വലിയൊരു ഐക്യമുണ്ട്. ഇത് കണ്ട് ജനങ്ങൾ തിരിച്ചറിയുന്നു. നമ്മൾ ആരോ പറഞ്ഞ വാക്ക് കേട്ടാണല്ലോ അടിപിടി ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കി ജനങ്ങൾ ഉണ്ടാക്കിയ മതസൗഹാർദ്ദമില്ലായ്മ അവസാനിക്കുന്നു. ഓമിനെ ഒന്നും മനസ്സിലാകുന്നില്ല. ഇതിന് പിന്നിൽ ആരാണെന്ന് നോക്കുമ്പോൾ അത് ദളപതിയാണ്. ദളപതി പോലീസുകാരോട് ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഹിന്ദുക്കളെ പോലെയും മുസ്ലിങ്ങളെ പോലെയും വേഷം മാറി അതത് ആരാധനാലയങ്ങൾക്ക് മുന്നിൽ പോയി നിന്ന് തടയുക. അങ്ങനെ ചെയ്താൽ ഈ ലഹളയെ കൺട്രോളിലാക്കാം. ആ ഐഡിയയിലാണ് ലഹള അടങ്ങിയത്. ഓമിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല. എന്റെ പ്ലാനുകൾ തടയാൻ നിനക്ക് എന്ത് ധൈര്യം, ഇനി നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഓമും ദളപതിയും തമ്മിൽ ഭീകരമായ ഫൈറ്റ് നടക്കുന്നു. പോരാട്ടം നടന്നാൽ തീർച്ചയായും നായകൻ തന്നെ ജയിക്കുമല്ലോ. ഈ പോരാട്ടത്തിലും ദളപതി ജയിച്ച് ജനങ്ങളെ രക്ഷിക്കുകയും അവർക്കൊരു മാതൃകയായി മാറുകയും ചെയ്യുന്നു. ദളപതിയുടെ മകൾ വിജി ഈ പോരാട്ടത്തിൽ ധീരമായി പോരാടി. തന്റെ ഉള്ളിലെ ഭയം പുറത്തു കാണിക്കാതെ ആ ഭയത്തെ കൊന്ന് ഞാനും ധൈര്യമുള്ളൊരു പെണ്ണാണ് എന്ന് തെളിയിക്കുന്നു. അവസാനമായി ദളപതി പറയുന്നു, നല്ലൊരു ഭരണകൂടം ഉണ്ടാകണമെങ്കിൽ നല്ലൊരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കണം. അത് ജനങ്ങളുടെ കയ്യിലാണുള്ളത്. ചിന്തിച്ച് വോട്ട് ചെയ്യുക എന്ന സന്ദേശത്തോടെയാണ് സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമ അവസാനം വരെ കാണുന്നവർ മറക്കാതെ കമന്റ് ബോക്സിൽ ദളപതി എന്ന് കമന്റ് ചെയ്യണേ. എത്ര പേർ എന്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാമല്ലോ. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ അടിക്കുക. ലൈക്ക് അടിച്ച ഉടൻ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു ചെറിയ സപ്പോർട്ട് നൽകണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.